ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണ്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 3000 പ്രതിനിധികൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് പമ്പാ നദിക്കരയിൽ ആലോചിക്കുന്നത്. പരിപാടിക്ക് സംഘപരിവാറിനും സംസ്ഥാനത്തെ കേന്ദ്രമന്ത്രിമാർക്കും ക്ഷണമുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങളില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. ഞങ്ങളുടെ 99% അംഗങ്ങളും വിശ്വാസികളായതുകൊണ്ട് ഹിന്ദുക്കളുടെ അട്ടിപ്പേറവകാശം തങ്ങൾക്കാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. വിശ്വാസത്തെയും മതത്തെയും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തങ്ങൾക്ക് മാത്രം അവകാശമെന്നതാണ് BJP നിലപാട്. CPIM ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ തിരിച്ചെത്തിക്കാൻ ശ്രമിക്കുമ്പോൾ തങ്ങളിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്നതാണ് BJPയുടെ ഭയം. CPIM അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്ന രാഷ്ട്രീയം എന്താണ്? 2018 ലക്ഷ്യമിട്ട രണ്ടാം നവോത്ഥാനത്തിൽ നിന്നുള്ള പിന്നടത്തമാണ്. ശബരിമലയിലെ സുപ്രീംകോടതി ഉത്തരവിന്റെ ചൂടുപിടിച്ച് വനിതാ മതിൽ നടത്തിയ പിണറായി സർക്കാർ ആഗോള അയ്യപ്പ സംഗമം എങ്ങനെ വിശദീകരിക്കും? സുവർണാവസരമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPIMൽ നിന്നും M പ്രകാശൻ, BJPയിൽ നിന്നും ശ്രീ പത്മനാഭൻ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, അഡ്വക്കേറ്റ് ബിന്ദു അമണി ആക്ടിവിസ്റ്റ് എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. ആദ്യം ഞാൻ ശ്രീ M പ്രകാശനിലേക്ക് പോകുന്നു. ശ്രീ M പ്രകാശൻ, ആഗോള അയ്യപ്പ സംഗമം ഒരു സർക്കാർ പരിപാടിയാണോ അതോ ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണോ? അക്കാര്യം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഗവൺമെന്റ് നിശ്ചയിച്ച ഒരു പരിപാടിയല്ല, ഇത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചൊരു പരിപാടിയാണ്. അതേവസരം നിങ്ങളെല്ലാം പറയുന്നത് പോലെ ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ തീരുമാനിക്കപ്പെട്ട ഒരു പരിപാടിയല്ല. ഇത് ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഒരു വർഷത്തിന് മുമ്പ് തീരുമാനിക്കപ്പെട്ടതാണ്. അതിൻ്റെ മറ്റ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ശബരിമലയുടെ മാനേജ്മെൻറ്റ് നടത്തുന്നൊരു സ്ഥാപനമാണ്. ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. ആ സ്ഥാപനം ഒരു 75ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്നുള്ളത് വലിയ നിലക്കൊരു പ്രത്യേക വാർത്തയാക്കേണ്ട യാതൊരു കാര്യമുള്ളതല്ല. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ഈ കേന്ദ്രത്തിൽ ധാരാളമായിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഏതൊരു അന്യ രാജ്യത്ത് നിന്ന് പോലും ആളുകൾ വരികയാണ്. അവിടെയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷമുള്ള ഒരു നില പരിശോധിക്കുമ്പോൾ നമ്മൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ആളുകൾക്ക് കടക്കാനാവുന്നില്ല, തിരക്ക് എന്നിത്യാദി കാര്യങ്ങളെല്ലാം നേരത്തെ ഗൗരവമായി ചർച്ച ചെയ്തതാണ്. എന്നാൽ ഈ കഴിഞ്ഞ മകരവിളക്കിൻ്റെ സമയത്ത് ഏതാണ്ട് 53,60,000 ആളുകൾക്ക് യാതൊരു പ്രയാസമില്ലാതെ അവിടെ അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, അവിടെ ആ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പരിപാടികൾ ദേവസ്വം ബോർഡ് ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീപ്രകാശൻ, ദേവസ്വം ബോർഡ് പരിപാടികൾ നടത്തുന്നു. ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണ് അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ എന്തിനാണ് മന്ത്രി പോയി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ക്ഷണിച്ചത് എന്ന് ചോദിച്ചിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ. BJPയുടെ ചോദ്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. ഇതിൽ പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു, രാഷ്ട്രീയ പരിപാടിയായിട്ടാണ് ഇത് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ഇവിടെ നിന്നും മന്ത്രി പോയി തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് പരിപാടിയാണെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോയാൽ പോരെ എന്നുള്ളതാണ് ചോദ്യം. അതിന് മറുപടി ഉണ്ടോ? ഇവിടെ BJPക്കാർ അത്തരമൊരു ചോദ്യം ചോദിക്കുന്നു എന്നുള്ളത് വിചിത്രമായൊരു സംഗതി തന്നെയാണ്. മതത്തെ എല്ലാ നിലക്കും ഉപയോഗിച്ച്, മതവികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് അധികാര കസേര നേടിയെടുത്ത് അത് പിടിച്ചു നിൽക്കാൻ എല്ലാ നിലയിലുമുള്ള മതവികാരം ഉണർത്തുന്ന, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്ന BJPക്ക് അത്തരമൊരു ചോദ്യം ഉന്നയിക്കാനുള്ള അവകാശം പോലുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവരുടെ കയ്യിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരുവാണല്ലോ മതം. ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുമാണല്ലോ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതും ഇന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർ അധികാരത്തെ തുടരുന്നു. അതുകൊണ്ട് BJPയുടെ ചോദ്യത്തെ ആ നിലക്ക് പരിഗണിക്കേണ്ട കാര്യമേ ഉള്ളൂ. എന്നാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം, ശബരിമല ഇന്ന് മലയാളിയുടെ മാത്രം ഒരു ആരാധന കേന്ദ്രമല്ല. ഇവിടെ കേരളത്തിലുള്ളതിനേക്കാളേറെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സ്ഥലം തമിഴ്നാടാണ്.
തമിഴ്നാട്, ആന്ധ്ര അവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും ഏറെ ഭക്തർ വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടതനുസരിച്ച് ഇവിടെ കടന്നു വരുന്ന ആളുകളുടെ എല്ലാം തന്നെ പ്രാതിനിധ്യമുള്ള ഒന്നായിട്ടാണ് ഈ ആഗോള സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. സ്വാഭാവികമായിട്ടും ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടുകാർ, കർണാടകക്കാർ, ആന്ധ്രക്കാർ അവരെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ക്ഷണിക്കുന്നുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു അന്യായമായ കാര്യമല്ല. പിന്നെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അത് സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലുള്ള സ്ഥാപനമാണല്ലോ. ദേവസ്വം എന്ന് പറയുന്ന ഒരു വകുപ്പ് ഇന്ന് കേരളത്തിൽ നിലവിലുണ്ടല്ലോ. അതിനൊരു മന്ത്രി ഉണ്ടല്ലോ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നയിക്കുന്ന ഒരു ഭരണത്തിന്റെ ഭാഗമാണല്ലോ. അപ്പൊ അതുകൊണ്ട് മന്ത്രി ഇത്തരം കാര്യങ്ങളൊന്നും തൊടാനേ പാടില്ല എന്ന് പറയുന്നതിന് എങ്ങനെ നമുക്ക് കണക്കാക്കാൻ കഴിയുക? ഇവിടെ ഗവൺമെന്റ് ഇതിനെല്ലാം സഹായം നൽകുന്നു. ആ നിലക്ക് ഈ പറയുന്ന പോലെ മറ്റു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ ക്ഷണിക്കുന്നതിന് സ്വാഭാവികമായിട്ട് മന്ത്രിമാരെ ക്ഷണിക്കാൻ ഗവൺമെന്റിനാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അത് ക്ഷണിക്കുന്നതിൽ എന്തെങ്കിലും അന്യായമായിട്ടോ അല്ലെങ്കിൽ അസംഗതമായിട്ടോ യാതൊന്നുമുണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിയില്ല. ശരി, ശ്രീപത്മനാഭൻ, ഇതാണ് BJP അധ്യക്ഷൻ ചോദിച്ചിട്ടുള്ള ഒരു മറുപടി. പക്ഷേ നിങ്ങളിത് രാഷ്ട്രീയ നാടകമെന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി മതത്തെയും വിശ്വാസത്തെയും ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത് BJP ആണ്. അത് BJPക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന രൂപത്തിലാണോ അതിനെ നിങ്ങൾ കാണുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? നിങ്ങൾക്കടക്കം ക്ഷണമുണ്ടല്ലോ. അല്ല, ഈ മാർക്സിസ്റ്റുകാർ ആഗോള അയ്യപ്പ സംഗമം അല്ലാണ്ട് ആഗോള കാറൽ മാർക്സ് സംഗമം നടത്തിയ ഏതേ പൂച്ചക്കുട്ടി വരുമോ? ആ സാധനമൊന്നും ഇപ്പോൾ ആർക്കും വേണ്ടല്ലോ. കാറൽ മാർക്സും എംഗൽസും ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ടല്ലോ. അപ്പോൾ ഈ നിരീശ്വരവാദികൾ ക്ഷേത്രങ്ങൾ മുഴുവൻ കൊത്തിക്കളഞ്ഞ് കപ്പ നടണമെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ അയ്യപ്പൻ്റെ പിന്നാലെയാണ്. എന്തേ ആട്ടെ, സൽബുദ്ധി തോന്നി, അത് വേറെ വിഷയം. ഞാൻ ചോദിക്കട്ടെ, ആര് പറഞ്ഞിട്ടാണ് നടത്തുന്നത്? തന്ത്രി പറഞ്ഞോ? നിങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികം നടത്തേണ്ടത് ശബരിമല സന്നിധാനത്തോ ശബരിമല പൂങ്കാവനത്തിലോ അല്ല. അതിന് വേറെ സ്ഥലമുണ്ട്. ശബരിമല പൂങ്കാവനത്തിൻ്റെ ഉള്ളിൽ അവിടെ നടത്തുമ്പോൾ തന്ത്രിയുടെ സമ്മതം വാങ്ങിച്ചോ? ദേവപ്രശ്നത്തിൽ പറഞ്ഞോ? ഉണ്ടോ? ദേവപ്രശ്നത്തിൽ പറഞ്ഞോ ശബരിമലയിൽ അടിയന്തരമായിട്ട് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തണം, ഭഗവാന് താല്പര്യമുണ്ടെന്ന്? തന്ത്രി പറഞ്ഞോ? നിങ്ങൾ നടത്തുന്നത് പത്തനംതിട്ടയിലെ ടൗൺ ഹാളിലാണെങ്കിൽ മനസ്സിലാക്കാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികം തിരുവനന്തപുരം ടൗൺ ഹാളിലാണെങ്കിൽ മനസ്സിലാക്കാം. നിങ്ങൾ ശബരിമലയുടെ പൂങ്കാവനത്തിനുള്ളിലാണ് നടത്തുന്നത്. തന്ത്രിയുടെ സമ്മതം വാങ്ങിയോ? ദേവപ്രശ്നത്തിൽ പറഞ്ഞോ? എന്തെങ്കിലും കാട്ടിക്കൂട്ടുക. ആലപ്പുഴ ജില്ലയിൽ, പത്തനംതിട്ട ജില്ലയിലെ സകല ബാർ അറ്റാച്ച്ഡ് ഹോട്ടലും ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആരെ വിളിച്ചുകൊണ്ട് വരാൻ ഉദ്ദേശിച്ചത്? സനാതന ധർമ്മം ഡെങ്കു ആണ്, മലേറിയ ആണ്, അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ DMK-കാരെ നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? നിങ്ങൾക്ക് വേറെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തെലുങ്കാനയിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഉണ്ട്, റേവന്ത് റെഡ്ഡി, നല്ല ഈശ്വര വിശ്വാസിയാണ്. BJP-ക്കാരെ വിളിക്കണ്ട, അയ്യോ BJP-ക്കാരെ വിളിക്കണ്ട. പിന്നെ സിദ്ധരാമയ്യ അവിശ്വാസിയാണ്. നല്ല വിശ്വാസിയായ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, നോൺ BJP, നിങ്ങളെ സഖ്യകക്ഷി കോൺഗ്രസിൻ്റെ റേവന്ത് റെഡ്ഡി, അദ്ദേഹം നല്ല ഈശ്വര വിശ്വാസി, അയാളെ വിളിച്ചാൽ പോരെ? നിങ്ങൾക്ക് ഈ സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ നടക്കുന്ന ഈ DMK-കാരെ കിട്ടിയുള്ളൂ. ഈ പരിപാടി എങ്ങനെ നടത്തണം എന്നുള്ളത് BJP-യുടെ ഉപദേശം സ്വീകരിച്ചാണോ നടത്തുക? ശ്രീപത്മനാഭൻ, ഇത് ദേവസ്വം ബോർഡ് നടത്തുന്ന പരിപാടിയാണ്. താങ്കൾ ഈ പറയുന്ന തന്ത്രി, ദേവപ്രശ്നം എന്നൊക്കെയുള്ള തന്ത്രിയുടെ എതിർപ്പ് അങ്ങ് കണ്ടോ എവിടെയെങ്കിലും? ഇതുവരെ അങ്ങ് കണ്ടോ? ദേവപ്രശ്നം നടത്തിയിട്ടാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്തിയത്. അങ്ങ് എവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്? ഞാൻ എല്ലാ കൊല്ലവും കെട്ടും നിറച്ച് മലക്കി പോകുന്ന ഒരാളാണ്. പ്രകാശം മാഷ് അത് ചെയ്യലില്ലല്ലോ. എനിക്ക് ഈ കാര്യത്തിൽ പ്രകാശം മാഷേക്കാൾ അറിവുണ്ട് എന്ന് കൂട്ടിക്കോ. അതുകൊണ്ട് ഈ ശബരിമലയുടെ പൂങ്കാവനത്തിനകത്ത് ഇങ്ങനത്തെ വലിയ പരിപാടി നടത്തുമ്പോൾ തന്ത്രിയുടെ സമ്മതം വാങ്ങണം. അത് വാങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാ ഉത്തരം പറയുന്നത്? നിങ്ങൾ ഉത്തരം പറയണ്ട. എന്റെ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്, ഉത്തരമല്ല. എന്റെ ചോദ്യമാണ് അങ്ങയോട്. എന്റെ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കൂല. എന്റെ ചോദ്യം തന്ത്രിയുടെ അതൊന്ന് ദേവസ്വം ബോർഡോട് ചോദിച്ചു. താങ്കൾ ദേവസ്വം ബോർഡ് അങ്ങയുടെ ചോദ്യം ഞാൻ ചോദിക്കും. എന്റെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം നൽകും. എന്റെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം നൽകൂ. തന്ത്രിയുടെ എതിർപ്പ് അങ്ങ് എവിടെയെങ്കിലും കണ്ടോ? എനിക്കതാണ് അറിയേണ്ടത്. തന്ത്രിയുടെ പണ്ട്
പണ്ട് 2 സ്ത്രീകളെ അവിടെ കയറ്റിയതിന് തന്ത്രിയാണല്ലോ അവിടെ നടയടച്ച് പുണ്യാഹം നടത്താൻ പറഞ്ഞത്. അത് തന്ത്രിയോട് ചോദിച്ചിട്ടല്ലല്ലോ 2 സ്ത്രീകളെ അവിടെ കയറ്റിയത്. അപ്പൊ തന്ത്രി പറഞ്ഞു നടയടച്ച് പരിഹാരക്രിയ നടത്തണമെന്ന്. അന്ന് മുഖ്യമന്ത്രി ഇങ്ങനെ സുപ്രീം കോടതി ഇപ്പോഴും ആ വിധി നിലനിൽക്കുന്നുണ്ട്, സ്റ്റേ ചെയ്തിട്ടില്ല. എന്താ അപ്പൊ കയറ്റാത്തത്? ആ വിധി സ്റ്റേ ചെയ്തിട്ടില്ല, റിവ്യൂ ചെയ്യാനേ തീരുമാനിച്ചിട്ടുള്ളൂ. നിങ്ങൾ സുവർണാവസരം ശ്രമിച്ചു, സുവർണാവസരം നടന്നില്ല, അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ അങ്ങീ പറയുന്ന പരിഹസിക്കുന്ന അവിശ്വാസികളായ പിണറായി വിജയനെയാണ്, അവിശ്വാസിയായ പിണറായി വിജയനെയും അല്ലെങ്കിൽ മുഴുവൻ CPM മന്ത്രിമാരെ അങ്ങ് പറഞ്ഞോളൂ വിശ്വാസമില്ലാത്തവരെന്ന്. അവരെ ഇവിടെ വിജയിപ്പിച്ചത് ഇവിടുത്തെ വിശ്വാസികളായ ജനങ്ങൾ കൂടി ചേർന്നാണല്ലോ. അപ്പോൾ അവിശ്വാസികൾ മാറി നിൽക്കുമെന്ന് കേരളം തീരുമാനിച്ചിട്ടില്ല. നിങ്ങളിൽ 99% വിശ്വാസികളാണ്. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് കേട്ടു, ശരിയായിരിക്കാം. നിങ്ങളിൽ 99% വിശ്വാസികളാണെങ്കിലും ഇവിടുത്തെ 99% വരുന്ന വിശ്വാസികൾ നിങ്ങളെ ഭരണത്തിൽ ഏറ്റിട്ടില്ല കേരളത്തിൽ. ശ്രീ പത്മനാഭൻ, അങ്ങനെ ഭരണം കിട്ടിയത് ഈ അവിശ്വാസികളെ വെച്ച് സമ്മേളനം നടത്താനാ ആണോ? എന്നാൽ അതങ്ങ് പറയട്ടെ. ഞങ്ങൾക്ക് ഭരണം കിട്ടിയത് ശബരിമല ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനാന്ന് അങ്ങ് പറയട്ടെ. ശരി, ശ്രീ എം പ്രകാശൻ, സനാതന ധർമ്മത്തെ ഇവിടുത്തെ ഇടത് സർക്കാരിനോട് BJP ചോദിക്കുന്നത്, BJP ആദ്യം ചോദിച്ചില്ല, സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചില്ല, അദ്ദേഹം അവസാനം വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ പാർട്ടി നിൽക്കുന്നത്. അത് അവസാനം അത് എല്ലാ ഘട്ടത്തിലും രാജീവ് ചന്ദ്രശേഖരൻ പറയുന്ന ഒരു കാര്യമാണ്. വികസനത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടി അത് പറയും, അതിനു മുമ്പ് ഈ കാര്യങ്ങളും പറയും. പക്ഷേ ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ പോലും ഉന്നയിക്കാത്ത ഒരു കാര്യമാണ് ശ്രീ പത്മനാഭൻ ചോദിക്കുന്നത്. ദേവപ്രശ്നം നടത്തിയോ, തന്ത്രി അനുവദിച്ചോ? അങ്ങേക്ക് മറുപടി നൽകാം ശ്രീ എം പ്രകാശൻ. ഇവിടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാം പറയാൻ അധികാരമുള്ളൊരു പാർട്ടി BJP ആണ് എന്ന് അദ്ദേഹം ധരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളോട് 1000 ഇരട്ടി ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന പാർട്ടിയാണ് CPM എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് നല്ലതാണ്. അദ്ദേഹം ഹിന്ദുക്കളുടെ ആകെ അട്ടിപ്പറ അവകാശപ്പെടാൻ വേണ്ടി കഴിയാവുന്ന ഒരാളൊന്നുമല്ല. പിന്നെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കുന്നതിന് നിയതമായ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നുക ഈ പറയുന്ന 75ാം വാർഷികത്തിൻ്റെ ഭാഗമായി നടത്താൻ തീരുമാനിച്ച പരിപാടി 75ാം വാർഷികാഘോഷ പരിപാടിയാണെന്നാണ്. അല്ല, നടത്താൻ തീരുമാനിച്ചത് ആഗോള അയ്യപ്പ സംഘവുമാണ്. ഇവിടെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളിൽ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ഇവിടുത്തെ സൗകര്യങ്ങളെ സംബന്ധിച്ച്, അതുപോലെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം സംബന്ധിച്ച്, ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ സംബന്ധിച്ച് ഇവയെല്ലാം കേൾക്കാനും അതിനനുസരിച്ച് ഇന്നിപ്പോൾ പിന്നെ ശബരിമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അദ്ദേഹം പറയുന്ന പോലെ കേവലമായിട്ട് ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആളുകളെ മാത്രം പ്രവേശിപ്പിക്കുന്ന ഒന്നല്ല ശബരിമല. ശബരിമല കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാചകം അദ്ദേഹം മനസ്സിലാക്കുന്ന നല്ലതാണ്. അത് തത്വമസി എന്നാണ്. അത് നീയാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഏറ്റവും പ്രധാനപ്പെട്ട വേദവാക്യമാണല്ലോ തത്വമസി. അത്തരമൊരു വാദം എഴുതി വെച്ചിരിക്കുന്ന ഒരൊറ്റ സ്ഥാപനം, ഒരു ഭക്തി സ്ഥാപനം ഈ ലോകത്തെവിടെയുമില്ല. അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഉദാത്തമായ സന്ദേശമുണ്ട്. അതുപോലെ തന്നെ ശബരിമല നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് മതനിരപേക്ഷതയുടെ ആശയമാണ്. വാവരും അയ്യപ്പനും ഒരേപോലെ ഒന്നിച്ചേൽക്കാൻ വേണ്ടി കഴിയാവുന്ന ഒരു ക്ഷേത്രം ഈ ലോകത്ത് എവിടെയും വേറെ കാണാൻ വേണ്ടി കഴിയില്ല. ആ നിലക്ക് മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം, ആ കേന്ദ്രത്തെ ലോകത്താകെ അവതരിപ്പിക്കാനാവുക. ആ ക്ഷേത്രം മുന്നോട്ടേക്ക് വെക്കുന്ന തത്വമസി എന്ന് പറയുന്ന ആശയം, നീ തന്നെ ബ്രഹ്മമാണ്, നിന്നിൽ തന്നെയാണ് ദൈവമുള്ളത്, ദൈവം നീ തന്നെയാണ് എന്ന് പറയുന്ന ആശയത്തെ ലോകത്തെ ആകെ എത്തിക്കാൻ വേണ്ടി കഴിയുകയും ലോകത്തിലെ ഭക്തജനങ്ങളെ ആകെ ആകർഷിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ആത്മീയ കേന്ദ്രമായിട്ട് ലോകത്തിലെ ഭക്തജനങ്ങളെ എന്ന് പറയുന്നിടത്ത് എന്തിനാണ് അവിശ്വാസിയായ സ്റ്റാലിനെ ക്ഷണിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നത്? അതിനു കൂടിയുള്ള മറുപടി അല്ല, വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നുള്ളതല്ല പ്രശ്നം. ഭക്തരോടും അതുപോലെ തന്നെ ആരാധനകളോടും അവർ സ്വീകരിക്കുന്ന നിലപാടെന്താണെന്നാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതൊരു പ്രശ്നമല്ല. ഞങ്ങൾ വിശ്വാസികളുടെ വിശ്വാസത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഞങ്ങൾ ഉറപ്പിച്ച് പറയും, ഇവിടെ RSSകാരൻ ഒരു പള്ളി ആക്രമിക്കാൻ വേണ്ടി പോയാൽ തടയാൻ ഞങ്ങളുണ്ടാവും. ഹിന്ദുക്കളുടെ ആരാധന സ്വാതന്ത്ര്യം എവിടെയെങ്കിലും തടയപ്പെട്ടാൽ ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല, സംരക്ഷിക്കാൻ ഞങ്ങളുണ്ടാവും. കാരണം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ചുമതലയാണ് വ്യക്തികളുടെ ആരാധന സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നുള്ളത്, അവരെ ആരാധിക്കാനുള്ള അവകാശം സംരക്ഷിക്കുക എന്നുള്ളത്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതല്ല മൗലികമായ പ്രശ്നം. ആളുകൾക്ക് ആരാധനക്കുള്ള സൗകര്യം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഗവൺമെൻറ് ചുമതല എന്താ? വിശ്വാസി അവിശ്വാസിയാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചുമതല? അല്ല. വിശ്വാസികൾക്ക് തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാനും അത് പ്രചരിപ്പിക്കാനും അതിനനുസരിച്ച് ആരാധനാക്രമങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയുള്ള കാര്യം ചെയ്തു കൊടുക്കുക. അതിന് വേണ്ടിയാണ് ഗവൺമെന്റ്. ആ ഉത്തരവാദിത്തം ഗവൺമെന്റ് ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം ഫലപ്രദമായിട്ട് ഞങ്ങൾ നിർവഹിക്കും. അതിന്
ഏതെങ്കിലും ഹിന്ദു വർഗീയ പ്രസ്ഥാനങ്ങളുടെ ഒരു പിൻബലവും സർട്ടിഫിക്കറ്റും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ BJPയുടെ അത്തരം ന്യായങ്ങളെ ഞങ്ങൾ ഗൗനിക്കാനും പോകുന്നില്ല. ശരി, ശ്രീകുമാർ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിലേക്ക് ഇപ്പോൾ CPM മാറിയിരിക്കുന്നു. നേരത്തെ അത് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു, ഇപ്പോൾ നേരെ തിരിഞ്ഞു. നേരത്തെ കിട്ടിയിരുന്ന ഹിന്ദു വോട്ടുകൾ നഷ്ടമായപ്പോൾ മറ്റു നിലപാടിലേക്ക് വരുന്നു. ഞങ്ങൾ ഏതായാലും ഇല്ല എന്നാണ് VD സതീശൻ പറഞ്ഞത്. ഇത് കോൺഗ്രസിന്റെ ഒറ്റക്കെട്ടായ തീരുമാനമാണോ? നിങ്ങളില്ല എന്ന് പറയുമ്പോൾ മുഴുവൻ ലോകത്തെ എല്ലാ ഭക്തജനങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു വലിയ പരിപാടിയായിട്ടാണ് ആലോചിക്കുന്നത്. അതിൽ രാഷ്ട്രീയ വ്യത്യാസം മറന്ന സംഘപരിവാറിനെയും ക്ഷണിക്കുന്നു, BJPയുടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെയും ക്ഷണിക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. അങ്ങനെ ഒരു പരിപാടിയായി നടത്താൻ ഉദ്ദേശിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ വിട്ടുനിൽക്കുന്നു? നോക്കൂ ശ്രീമതി സ്മൃതി, അയ്യപ്പ സംഗമം നടത്തിയിട്ടല്ലല്ലോ ഇത്രയും കാലം ഭക്തർ ശബരിമലയ്ക്ക് പോയത്. എത്രയോ കാലമായി. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നു ഒരവസരം വന്നു, 75-ാം വാർഷികം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ. അത് ബോർഡാണ് നടത്തുന്നത്. ശരി, അയ്യപ്പന്മാരുടെ എല്ലാവിധ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാനാണ് അയ്യപ്പ സംഗമം എന്നാണ് അവർ പറയുന്നത്. ഈ അയ്യപ്പ സംഗമം എന്ന് വെച്ചാൽ അയ്യപ്പന്മാരായിരിക്കണം സംഗമത്തിൽ വരേണ്ടത്. ഒരാൾ അയ്യപ്പനാകണമെങ്കിൽ അത് അയാൾ വ്രതമെടുത്തിട്ട് വേണം അയ്യപ്പനാകാൻ. ഒരു സാധാരണ മനുഷ്യനെ അയ്യപ്പനാണ്, അങ്ങനെയാണല്ലോ അയ്യപ്പനെന്ന് വിളിക്കുന്നത്. സാധാരണ അയ്യപ്പന്മാരെന്ന് നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പല സ്ഥലങ്ങളിലാണ്. ചിലർക്ക് സ്വാമി എന്ന് വിളിക്കും, ചിലർക്ക് അയ്യപ്പൻ എന്ന് വിളിക്കും. പക്ഷേ മൊത്തത്തിൽ അയ്യപ്പന്മാരെന്ന് വെച്ചാൽ വ്രതമെടുത്ത് ശബരിമലയിൽ പോകുന്നവരാണ്. ഇവിടെ നടത്താൻ പോകുന്നത് ഒരു സമ്മേളനമാണ്. അത് ആഗോളം. ഈ ആഗോളം എന്ന് പറയുന്നത് ഈ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒരു വിശേഷണമാണ്. കാരണം അവരെല്ലാം ലോക മലയാള സമ്മേളനം, ആഗോള പരിപാടി, ഇപ്പോൾ സാഹിത്യ അക്കാദമി നടത്തിയത് പോലും ലോക സാഹിത്യ സമ്മേളനമാണ്. അപ്പോൾ അത് ലോകം ചേർത്ത് ആഗോളം ചേർത്ത് ഇത് കൊണ്ടുവരുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവർ പറയുന്നത് ഇതൊരു അയ്യപ്പന്മാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനെന്നാണ്. അങ്ങനെയാണെങ്കിൽ അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് ആ നിലയ്ക്കായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് പേർ ശബരിമലയ്ക്ക് വരുന്നുണ്ട്, ആന്ധ്രയിൽ നിന്ന് വരുന്നുണ്ട്, തെലങ്കാനയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കലാണെങ്കിൽ തെലങ്കാന, ആന്ധ്ര മുഖ്യമന്ത്രിമാരെയും കൂടി നോക്കണ്ടേ? അതവർ വിളിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഇത് രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ്? ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുമ്പോൾ അത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഹിന്ദുക്കളുടെ വോട്ട് ലഭ്യമാക്കാനാണ്. ഹിന്ദുക്കളുടെ വോട്ട് ലഭ്യമാക്കാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തിയാൽ ഫലമുണ്ടാകുമെന്ന് ചോദിച്ചാൽ അതിൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, CPM വിശ്വാസികൾക്കെതിരല്ല, CPM അയ്യപ്പന്മാർക്കെതിരല്ല. അതുകൊണ്ട് BJPയിലുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ CPMൻ്റെ സ്ഥാനാർത്ഥികൾക്കും വേണമെങ്കിൽ വോട്ട് ചെയ്യാം. കാരണം CPM വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നു. ഇതുകൂടെ ഒന്ന് തെളിയിക്കണം CPMന്. അങ്ങ് പറയുന്ന രൂപത്തിലാണ് ഈ തന്ത്രമെങ്കിൽ സ്റ്റാലിനെ മാറ്റി നിർത്തുകയല്ലേ സാധാരണഗതിയിൽ ചെയ്യേണ്ടത്? എന്തിനാണ് അപ്പോൾ സ്റ്റാലിനെ വിളിക്കുന്നത്? സ്റ്റാലിൻ അവിശ്വാസിയാണെന്ന് മാത്രമല്ല, സനാതന ധർമ്മത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ സ്റ്റാലിൻ വരുന്നൊന്നുമില്ല, സ്റ്റാലിൻ 2 മന്ത്രിമാരെയാണ് പറഞ്ഞു വിടുന്നത്. എന്നാൽ പോലും സ്റ്റാലിനെ ക്ഷണിക്കുന്നതിൽ അവിടെ നിന്നുള്ള തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ ഭക്തർ വരുന്നു എന്ന ഉദ്ദേശത്തിലാണ് ക്ഷണിച്ചത് എങ്കിൽ അത് അവിടെ നിൽക്കില്ലല്ലോ. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഉദ്ദേശത്തിലാണെങ്കിൽ എന്തിനാണ് സ്റ്റാലിനെ ക്ഷണിക്കുന്നത്? അതിപ്പോൾ ദോഷമല്ലേ ചെയ്യുള്ളൂ? അത് നല്ല ചോദ്യമാണ്. അത് സ്റ്റാലിനെ ക്ഷണിച്ചത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ DMK മത്സരിക്കുന്നില്ല. കേരളത്തിൽ UDFും LDFും തമ്മിലാണ് മത്സരം. പിന്നെ BJP ആണുള്ളത് മൂന്നാം സഖ്യമായിട്ട്, മൂന്നാം കക്ഷിയായിട്ട്, മുന്നണിയായിട്ട് NDA മുന്നണിയാണുള്ളത്. DMK കേരളത്തിൽ സ്വാധീനമില്ല. അപ്പോൾ സ്റ്റാലിനെ ക്ഷണിച്ചാലും കുഴപ്പമില്ല, സ്റ്റാലിൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. സ്റ്റാലിൻ വരാത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉദ്ദേശശുദ്ധി അദ്ദേഹത്തിന് മനസ്സിലായി കാണും. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അയ്യപ്പന്മാരുടെ സംഘം എന്ന് വെച്ചാൽ നിസ്സാരമല്ലല്ലോ സ്മൃതി. അയ്യപ്പന്മാരുടെ സംഘം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു വിശ്വാസ സംഘമാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാർക്ക് വിശ്വാസമില്ലാത്ത നേതാക്കൾ കൂടുതലുള്ളൊരു സർക്കാർ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ദേവസ്വം മന്ത്രി ശബരിമലയിൽ പോയാൽ തൊഴാത്ത ഒരു പാർട്ടിയിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും ഒക്കെ CPM നേരിട്ടിപ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ നേതാക്കളെ പ്രസിഡന്റാക്കി വെക്കുന്നത്? ഇതിനു മുമ്പ് സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നില്ല, സഹയാത്രികന്മാരായിരുന്നു. ഇപ്പം സംസ്ഥാന കമ്മിറ്റി അംഗം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇവരുടെ സദുദ്ദേശമാണ്, ശബരിമലയുടെ വികസനമാണ് ലക്ഷ്യം എങ്കിൽ അത് ഈ സമയത്തല്ല നടത്തേണ്ടത്. സെപ്റ്റംബർ മാസത്തിലല്ലല്ലോ ശബരിമല സീസൺ. ശബരിമല സീസൺ വരുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പക്ഷേ കഴിഞ്ഞിട്ടായിരിക്കാം. ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള സമ്മേളനമാണ് ഇതിപ്പോൾ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ശരി, അവർക്ക് സദുദ്ദേശമുണ്ട്, സെപ്റ്റംബർ മാസത്തിൽ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ എല്ലാ കക്ഷികളെയും വിളിക്കണം, സർവ്വകക്ഷികളെയും വിളിക്കണം, ഇവിടെയുള്ള അയ്യപ്പ സേവാ സമിതികളെ വിളിക്കണം,
പ്രമുഖ ക്ഷേത്രങ്ങളുടെ കമ്മിറ്റികളെ വിളിക്കണം. എന്നിട്ട് അവരോട് ചോദിക്കണം, നമുക്ക് ഈ പരിപാടി, ഈ അയ്യപ്പന്മാരുടെ തീർത്ഥയാത്ര ഭംഗിയായി നടത്താൻ എന്ത് നിർദ്ദേശമാണ് വേണ്ടത്? അതാണ് വേണ്ടത്. അല്ലാണ്ട് അയ്യപ്പ സംഗമം നടത്താന്ന് വെച്ചാൽ ആരാണ് അയ്യപ്പന്മാർ? അവിടെ വരുന്ന പ്രതിനിധികൾ ആരാണ്? അവരെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു? ലോക മലയാള സമ്മേളനം പോലെ അല്ലല്ലോ അയ്യപ്പം. ലോകത്ത് ഏതെങ്കിലും ഉള്ളൊരു മലയാളി, ന്യൂയോർക്കിൽ നിന്നൊരു മലയാളി വന്നിട്ട് ഞാൻ അയ്യപ്പനാന്ന് പറയാൻ പറ്റുമോ? അയ്യപ്പൻ എന്ന വിശേഷണം ഉപയോഗിക്കണമെങ്കിൽ അദ്ദേഹം വ്രതമെടുത്തിട്ട് മാലയിട്ടിട്ട് അദ്ദേഹം അയ്യപ്പനായിരിക്കണം, സ്വാമിയായിരിക്കണം. ഇത് ഒരു സാധാരണ ജനമായിട്ട് വന്നാൽ അത് അയ്യപ്പനല്ല. നാളെ ശ്രീപത്മനാഭൻ ആ സമ്മേളനത്തിൽ പോവുകയാണെങ്കിൽ അത് ശ്രീപത്മനാഭനാണ്. അദ്ദേഹം വ്രതമെടുത്താലേ അദ്ദേഹം അയ്യപ്പനാവുള്ളൂ. ക്ഷേത്രത്തിൽ പോകേണ്ടവർക്ക് പിന്നെ പോകാമെന്ന് പറയുന്നു. പക്ഷെ ക്ഷേത്രത്തിലാണോ ഈ പരിപാടി? അല്ലല്ലോ. അല്ലല്ല, ഞാൻ പറഞ്ഞതല്ല, ആ പേരാണ് പറഞ്ഞത്. അയ്യപ്പ സംഗമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അയ്യപ്പന്മാരുടെ സംഗമമല്ലേ? ഒരാൾ അയ്യപ്പനായിട്ട് വേണം അയ്യപ്പ സംഗമം നടത്താൻ. ഇത് അയ്യപ്പനാവാതെ സാധാരണക്കാരല്ല അവിടെ വരിക. അവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ആരാ? സ്മൃതി. അദ്ദേഹം അയ്യപ്പനല്ലല്ലോ. ആവുമോ? അല്ല. അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പന്മാരുടെ സംഗമമാണ്. അല്ല, പേര് BJP നിലപാട്, കോൺഗ്രസ് നിലപാട് എന്ത് എന്ന് സംശയിക്കുന്ന രീതിയിലായി പോയി പ്രതികരണം. യഥാർത്ഥത്തിൽ ഈ തരത്തിലാണോ ഇതിനെ കാണേണ്ടത്? നിങ്ങൾ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശ്വാസിയായിരുന്നു. അപ്പോൾ നെഹ്റു പങ്കെടുക്കുന്ന പരിപാടിയിൽ അതൊരു ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെട്ട പരിപാടിയാണെങ്കിൽ നെഹ്റു മാറി നിൽക്കണമെന്നൊരു നിലപാട് രാജ്യം എടുത്തിട്ടുണ്ടോ? അതെന്തൊരു സമീപനമാണ്? പിണറായി വിജയൻ പ്രാർത്ഥിക്കാൻ പോകുന്നില്ലല്ലോ. താനൊരു അവിശ്വാസിയാണെന്ന് പറയുന്ന ഒരു നേതാവല്ലേ? നോക്കൂ ശ്രീമതി സ്മൃതി, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല, താങ്കൾക്ക് മനസ്സിലായില്ല. അതായത് ഈ ഒരു സംഗമം നടത്തുമ്പോൾ അയ്യപ്പ എന്ന് പേരിടുന്നത് CPM-ന്റെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു എന്താണ് പറയുക, രാഷ്ട്രീയ സമീപനം, അതായത് വോട്ട് കിട്ടാനുള്ള സമീപനത്തെ തുറന്നു കാണിക്കാൻ വേണ്ടി ഞാൻ അയ്യപ്പൻ എന്ന വാക്കിനെ ഒന്ന് വിപുലീകരിച്ചു എന്നേ ഉള്ളൂ. അത് കോൺഗ്രസിൻ്റെ നിലപാടായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട. കാരണം ഏത് കോൺഗ്രസ്സുകാർക്കും അതിനെക്കുറിച്ച്, കമ്മ്യൂണിസ്റ്റുകൾക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനാണ് വരേണ്ടത്, അയ്യപ്പന്മാരാണ് വരേണ്ടത്. അത് എങ്ങനെയാണ്? അതാവില്ല. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു കേൾക്കൂ. അതായത് ഇതൊരു സർവകക്ഷി സമ്മേളനം വിളിച്ച് അല്ലെ രാഷ്ട്രീയ ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്ര കമ്മിറ്റികളുടെ പ്രതിനിധികളെ വിളിച്ച് നടത്തുകയാണെങ്കിൽ നമുക്ക് ഇതിലൊരു എതിർപ്പ് വരില്ല. നേരെ മറിച്ച് ഇതങ്ങനെയൊന്നും അല്ല. സർവകക്ഷികളില്ല. ഇതിലിപ്പോൾ എല്ലാ ഇടതു മുന്നണിയുടെ നയമാണോ? അതല്ല. ഇത് പാർട്ടിയുടെ തീരുമാനമാണോ? അതറിയില്ല. പക്ഷേ പാർട്ടി ഭരിക്കുന്ന ദേവസ്വം ബോർഡാണ് നടപ്പാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ അയ്യപ്പനും വാവരും, മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കേട്ടോ, അയ്യപ്പനും വാവരും വസിക്കുന്ന സ്ഥലമാണ് ശബരിമല. ഇപ്പോൾ പ്രകാശ് മാഷും അതാ പറഞ്ഞത്, തത്വമസി. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകൾ എന്നാ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അയ്യപ്പനും വാവരും വസിക്കുന്ന സ്ഥലത്ത് എത്തുന്നവർക്ക് വേണ്ടിയുള്ള സമ്മേളനം എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിലൊരു വിശ്വാസം കൊണ്ടുവന്നില്ലേ? അതിലൊരു ഭക്തിയുടെ അംശം കൊണ്ടുവന്നില്ലേ? അപ്പോൾ എനിക്കിങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് സാധാരണ ഒരു ഉദ്യോഗസ്ഥ സംഗമമാണോ? അതല്ല ഏതെങ്കിലും ജനങ്ങളുടെ സംഗമമാണോ? അയ്യപ്പന്മാരാണെങ്കിൽ വ്രതമെടുത്ത കാലത്തെ നടത്താവുന്ന ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഭാരവാഹിയായിട്ട്. അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല, അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അദ്ദേഹം പോകുന്നുമില്ല. എന്തിനാണ് അദ്ദേഹത്തോട് ചോദിക്കാതെ പേര് വെച്ചത്? അത് തന്നെ തെറ്റല്ലേ? പ്രതിപക്ഷ കക്ഷി നേതാവിനെ വിളിച്ചിട്ട് ഞങ്ങൾ നിങ്ങളുടെ സംഗമം നടത്താൻ പോകുന്നുണ്ട്, താങ്കളുടെ നിലപാട് എന്താണ്, നമുക്ക് ആരെയൊക്കെ ക്ഷണിക്കണം എന്ന് ചോദിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞു, മറ്റേ കർണാടക മുഖ്യമന്ത്രിയെ ക്ഷണിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് BJP-ക്കാർ പറഞ്ഞ് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ അവിടെയുള്ളവർ അയ്യപ്പ തീർത്ഥാടകരായിട്ട് വരാറുണ്ടല്ലോ. അപ്പോൾ അവരെ ക്ഷണിച്ചാൽ ഇത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ്. അപ്പോൾ ഈ CPM ഉദ്ദേശിക്കുന്ന ആ ഒരു രാഷ്ട്രീയമായ നേട്ടം അവിടെ ഉണ്ടാകില്ല. കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ വന്നാൽ 2 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരല്ലേ. സർവകക്ഷി യോഗം വിളിച്ചിട്ടാണ് ഈ സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് CPM ഉദ്ദേശിച്ച രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊക്കെ പച്ച മലയാളത്തിൽ പറയുമ്പോൾ ഒരുപക്ഷെ ഒരു BJP-യുടെ സ്വരമാണോ ശ്രീകുമാർ പറയുന്നതെന്ന് വേണേൽ വ്യാഖ്യാനിക്കാം. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം വിശ്വാസി എന്ന് പറയുമ്പോൾ, വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ ചന്ദനം തൊട്ടാൽ BJP എന്ന് പറയുന്ന കാലമല്ലേ? അതാ ഞാൻ പറഞ്ഞത്. AK പറഞ്ഞൊരു കാര്യമാണത്. കോൺഗ്രസ്സുകാരെ ചന്ദനം തൊട്ടുപോയാൽ BJP-കാരനാണെന്നാ പറയുക. മാത്രമല്ലല്ലോ BJP-ക്കാരായി എന്ന് പറയേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം കൂടി ഉണ്ടല്ലോ. താങ്കൾ പറഞ്ഞൊരു കാര്യം ശരിയാണ്. കാരണം ഈ കാവിയും ഈ പറയുന്ന ചന്ദ്രക്കുറിയും എല്ലാം വേറൊരു കൂട്ടരങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ്. അതിനാരൊക്കെ ഉത്തരവാദികളാണെന്ന് ചോദിച്ചാൽ ഒരു വലിയ ചർച്ച തന്നെ നടത്തേണ്ടി വരും. ബിന്ദു അമ്മിണിയിലേക്ക് ഞാൻ പോകുന്നു ഇടവേളയ്ക്ക് ശേഷം. കാരണം ബിന്ദു അമ്മിണിയും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്താണ് മാനദണ്ഡം? ബിന്ദു അമ്മിണിക്ക് വരാൻ പറ്റുമോ? ബിന്ദു അമ്മിണി
ബിന്ദു, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹം തോന്നിയിരിക്കുന്നത്? കാരണം ഒരു തവണ ശബരിമല കയറിയതിന് ബിന്ദു എന്തൊക്കെയാണ് അനുഭവിച്ചത്? ഇപ്പോൾ കേരളത്തിൽ തന്നെ നിൽക്കാൻ പറ്റാതെ ഡൽഹിയിലേക്ക് പോകേണ്ടി വന്ന ഒരാളാണല്ലോ. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഈ ജനാധിപത്യ റിപ്പബ്ലിക്കിൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭരണഘടനയാണ്. ഈ ഭരണഘടന നമ്മൾ പൗരന്മാർക്ക് തുല്യത നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഇതൊന്നും തന്നെ ഈ വെറുതെ നമുക്ക് കിട്ടിയതല്ല. ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് നിരവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങളിലൂടെയാണ് നമ്മളിതൊക്കെ നേടിയെടുത്തത്. നമുക്ക് വഴി നടക്കാനുള്ള അവകാശം, മാറിമറിക്കാനുള്ള അവകാശം തുടങ്ങി സകലമാന അവകാശങ്ങളും. ഇന്ന് അയ്യങ്കാളി ദിനമാണ്. ഇന്ന് നമുക്കറിയാം സ്കൂളിൽ പോകാനുള്ള അവകാശമടക്കം ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ നേടിയെടുത്തത് അവകാശ പോരാട്ടങ്ങളിലൂടെയാണ്. അങ്ങനെ സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർക്ക് വീണ്ടും തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ വളരെ സുപ്രധാനമായ ഒരു വിധി പ്രസ്താവത്തിലൂടെ സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിക്കാൻ അനുവദിക്കണം എന്ന് പറയുന്ന ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഇവിടെ നമുക്കറിയാം മഹാരാഷ്ട്രയിലെ ശനി ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ നിരവധിയായ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ സ്ത്രീ പ്രവേശനം നടന്നു കഴിഞ്ഞു. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ ഇവിടെ BJPയുടെ പ്രതിനിധി പറയുകയുണ്ടായി, ഇവിടെ സ്റ്റാലിൻ മതവിശ്വാസിയല്ല. പക്ഷെ നമ്മൾ കാണണം, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ക്ഷേത്രങ്ങളിലേക്ക് എല്ലാ മനുഷ്യരെയും പ്രവേശിക്കാനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കുന്ന, അതിന് തടയുന്ന ആളുകൾക്ക് ശിക്ഷാ നടപടിയിലേക്ക് അടക്കം നയിക്കുന്ന നടപടികൾ എടുക്കുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയാണ് സ്റ്റാലിൻ. വളരെ ഏറ്റവും ജനാധിപത്യപരമായ കാര്യങ്ങൾ ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിലാണെന്ന് പറയേണ്ടി വരും. ഇവിടെ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇന്നിവിടെ ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബർ 20 നടത്താൻ പോകുമ്പോൾ ആരാണ് അവിടെ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇന്ന് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിലൂടെ സ്ത്രീകളെ അടക്കം പ്രവേശിപ്പിക്കാം. അവിടെ നടക്കുന്ന അനാചാരം, ഈ പറയുന്ന സ്ത്രീകൾ ഇത് ഇംപ്യൂർ ആണെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ രാഷ്ട്രീയ, ഇവിടെ പറയുന്ന ഇപ്പം നമുക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ള എല്ലാ ആളുകളും, കോൺഗ്രസും BJPയും CPMും എല്ലാം തന്നെ ഈ ശബരിമല വിഷയത്തെ ഒരു രാഷ്ട്രീയ ആയുധമായി പ്രയോഗിച്ച ആളുകളാണെന്നുള്ളതാണ്. ഇവർ പരസ്പരം നിങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പ്രാധാന്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനിവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും മെമ്പറല്ലാത്ത ഒരു സാധാരണ ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ അധികാരത്തിൽ കയറ്റുന്ന മാറി മാറി വന്ന ആരായിക്കോട്ടെ, ഈ ആളുകളൊക്കെ തന്നെ ഭരിച്ച് പുറത്തിറങ്ങി പോകുമ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ അവശേഷിക്കുകയാണ്. ഞങ്ങളുടെ സ്ത്രീകളുടെ തുല്യത മാനിക്കപ്പെടുന്നില്ല, അത് നടപ്പാക്കുന്നില്ല. ഭരണഘടനയും സർക്കാർ ഒരു ഘട്ടത്തിൽ അത് നടപ്പാക്കാൻ ആലോചിച്ചു. ബിന്ദു അമ്മിണിക്കും ക്ഷേത്രത്തിലേക്ക് പോകാൻ അവസരമുണ്ടായി. അതിനുശേഷം ഇവിടെ നടന്ന സംഭവവികാസങ്ങൾ അനുഭവം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ബിന്ദു അമ്മിണിയാണ്. അങ്ങനെ ബിന്ദു അമ്മിണി കേരളം വിടുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അതുകൂടി കൃത്യമായി അറിയിച്ചിട്ടുകൊണ്ടാണല്ലോ പോയത്. ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന കത്ത് ബിന്ദു അമ്മിണി അയക്കുന്നത് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് പുറത്തു വരട്ടെ എന്ന ഉദ്ദേശത്തിൽ കൂടിയാണോ? തീർച്ചയായും സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടണമെന്നുള്ളത് കൂടെ. ഞങ്ങൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനുള്ള ഒരു ഉത്തരവ് പരമോന്നത കോടതി പുറപ്പെടുവിച്ച് അത് നിലനിൽക്കുന്ന, അതിന് സ്റ്റേ ഇല്ല, ആ വിധിക്ക് സ്റ്റേ ഇല്ല. ഒരു രാജ്യമാണ് ഈ രാജ്യത്ത് ഈ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല. അവിടെ എനിക്കിതുവരെ ഒരു മറുപടി കിട്ടിയിട്ടില്ല. ഞാൻ മുഖ്യമന്ത്രിക്ക് മെയിൽ ചെയ്തിരുന്നു, എനിക്കൊരു മറുപടി കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ അവകാശങ്ങൾ ധ്വംസിച്ചുകൊണ്ട് ഇവിടെ പരസ്പരം ഈ വന്നിരിക്കുന്ന എല്ലാ പാർട്ടികളും അവരതിനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇവിടെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സർക്കാരല്ല, ദേവസ്വം ബോർഡാണെന്നാണ് ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട പാർട്ടിയുമായി CPM ഒക്കെയായി ബന്ധപ്പെട്ട ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഒരു വാർത്ത നമുക്ക് കേൾക്കുന്നത്, അവരുടെ മറുപടി നമ്മൾ കേൾക്കുന്നത്. ഇതെന്താണ്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി
ബോഡിയാണ്, ആർട്ടിക്കിൾ 12 അണ്ടറിൽ വരുന്നതാണ്. ഇതിൻ്റെ സർക്കാരിൻ്റെ ഭാഗമാണ്, സർക്കാർ ഫണ്ട് ചെയ്യുന്ന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബോഡിയാണ്. അതിനെയാണ് നമ്മളല്ല, ഗവൺമെൻറ് അല്ല, ഇത് ദേവസ്വം ബോർഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വഴിതിരിച്ചു വിടുകയാണ്. എല്ലാ ആളുകളും ചർച്ചകളെ വഴിതിരിച്ചു വിടുകയാണ്. ഇവിടെ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർ, നമ്മളെപ്പോലുള്ള ദളിതർ, നമ്മളെപ്പോലുള്ള സ്ത്രീകൾ, ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ, പിന്നോക്ക ആളുകൾ, മൈനോറിറ്റി, നമുക്കും അവകാശങ്ങളുണ്ട്. ഞങ്ങളുടെ അവകാശങ്ങളും മാനിക്കപ്പെടേണ്ടതാണ്, ഞങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ ബി.ജെ.പിയുടെ പ്രശ്നം എന്താ? ഇവിടെ ബി.ജെ.പിയുടെ പ്രശ്നം തന്ത്രിയോട് ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇരുന്നിട്ടാണ് പറയുന്നത്, ഇവിടുത്തെ നിയമങ്ങളെ ഞങ്ങൾ അനുസരിക്കില്ല, ഇവിടുത്തെ ഭരണഘടനയെ ഞങ്ങൾ അനുസരിക്കില്ല, ഞങ്ങളുടേതായിട്ടുള്ള സിസ്റ്റത്തിനോട് കൺസൾട്ട് ചെയ്ത് ഞങ്ങളാണിത് നടപ്പാക്കേണ്ടതെന്ന് പറയുകയാണ്. ഇത് കേൾക്കാൻ വിധിക്കപ്പെട്ടവരായിട്ട് നമ്മൾ മാറുകയാണ്. ഇന്ത്യയിലെ നിയമങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല. സുപ്രീം കോടതി വിധി വന്ന സമയത്ത് ഈ തെരുവുകളിൽ മുഴുവൻ ഈ പറയുന്ന സമാധാനത്തിൻ്റെ സന്ദേശം മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള ശരണം വിളികൾ കൊലവിളികളായിരുന്നു. ഞങ്ങളുടെ തല തേങ്ങ എറിഞ്ഞുടയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൊലവിളികളായിട്ടാണ് മാറിയത്. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് തന്നെ മറ്റു പാർട്ടികൾ മാറുന്നു എന്നുള്ളത് ദുഃഖകരമാണ്. നമ്മൾ CPM പോലെയുള്ള ഇടതു പാർട്ടികൾ ഇവിടുത്തെ ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുകയും നമുക്ക് സംരക്ഷണം തരികയും ചെയ്യുന്ന തുല്യതയും സമത്വവും അതുപോലെ തന്നെ സെക്കുലറിസവും ഒക്കെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇത്തരത്തിലേക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് മാറുക എന്ന് പറയുന്നത് ഒരു വളരെ തെറ്റായ ഒരു നയ വ്യതിയാനമാണ്. അതുപോലെ തന്നെ ഞങ്ങളെപ്പോലുള്ള ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ആഗോള ലോകത്തുള്ള മുഴുവൻ അയ്യപ്പൻ ഭക്തന്മാരെയും വെച്ചുകൊണ്ട് അവിടെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള സ്ത്രീകളെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നു? ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരൊക്കെയാണ്? ഇവിടുത്തെ യഥസ്ഥിതരെ ആയിട്ടുള്ള ആളുകൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇത് വളരെ ഒരു ഇരട്ടത്താപ്പാണ്. ഇത് തുറന്ന് കാണിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ജനാധിപത്യ മൂല്യങ്ങളിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളുമാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. ശരി, ശ്രീ എം പ്രകാശൻ, ആദ്യം മറുപടി പറയേണ്ടത് ബിന്ദു അമ്മിണിക്കാണ്. കാരണം നിങ്ങൾ ക്ഷണിച്ചിരിക്കുന്ന 3000 പേർ ആരാണ്? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ആ 3000 പേരിൽ ദളിത് വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ബിന്ദു അമ്മിണി ചോദിക്കുന്നു, ബിന്ദുവിന് ആഗ്രഹമുണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാനെന്ന്. അതങ്ങനെ പറയുന്നത് എന്താണ് നിങ്ങളുടെ നിലപാട് വിഷയത്തിൽ എന്നറിയാനാണ്. ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് നടത്തുന്ന പരിപാടിയല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട ആ തരത്തിലാണ് വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും എന്നൊക്കെ പറയുമ്പോൾ ക്ഷേത്രത്തിനകത്ത് നടത്തുന്ന ഒരു പരിപാടിയല്ല. അപ്പോൾ ബിന്ദു അമ്മിണിയെ പോലെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സർക്കാർ എടുക്കുന്ന നിലപാടെന്താണ്? മറുപടി എന്താണ്? നിങ്ങളുടെ പരിപാടിയിൽ വനിതകളുണ്ടോ? രണ്ട് കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഒന്ന്, ഞാനിവിടെ പങ്കെടുക്കുന്നത് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ്. ഗവൺമെൻറ് അല്ല ഈ പരിപാടി നടത്തുന്നത് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ ദേവസ്വം മന്ത്രിയും തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് നടത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. പരിപാടിയുടെ വിശദാംശങ്ങൾ അവരാണ് കൈകാര്യം ചെയ്യുക. ഇതുവരെ വ്യക്തമാക്കപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ അവർ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കാലമായി ഇവിടെ വന്നു പോകുന്ന അയ്യപ്പന്മാരെ തന്നെയാണ്. പിന്നെ അയ്യപ്പ സംഘം ഉദ്ഘാടനം ചെയ്യുന്നത് അയ്യപ്പൻ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതെല്ലാം ഇവിടെ BJP ഒന്നല്ലല്ലോ ഭരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നിങ്ങൾ ശ്രീകുമാറും ശ്രീപത്മനാഭനും പറഞ്ഞിരിക്കുന്ന വാദങ്ങൾ പരിശോധിച്ചാൽ അവരുടെ പേരിൽ പത്മനാഭൻ എന്നും കുമാർ എന്ന് പറയുന്ന കാര്യം ഒഴിച്ചു നിർത്തിയാൽ അവർ രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന രൂപത്തിലാണല്ലോ പെരുമാറുന്നത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഗവൺമെൻറ്റിൽ പങ്കുവഹിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞങ്ങളിവിടെ ഞങ്ങളുടെ ദേവസ്വം മന്ത്രിയായിട്ട് നിർത്തുന്നത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാരെയാണ്, അല്ലാതെ ഏതെങ്കിലും അനുഭാവികളെയല്ല. പിന്നെ തത്വമസി എന്ന് പറയേണ്ടി വന്നിരിക്കുന്ന ഒരു നിലം, അത് എടുക്കേണ്ടി വന്നിരിക്കുന്ന ഒരു ഇതെന്താ? നമ്മുടെ രാജ്യത്തിനകത്ത് അതും നീയാണ്, എല്ലാവരിലും ദൈവമുണ്ട് എന്ന് പറയുന്നതിന് പകരം എൻ്റെ ദൈവത്തിനപ്പുറം മറ്റൊരു ദൈവമില്ലെന്ന് പറഞ്ഞ് മറ്റ് വിശ്വാസികളാകെ തന്നെ ശരിപ്പെടുത്തുന്ന നില വരുമ്പോൾ തത്വമസിയുടെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. ഒരു കാര്യം പറയുന്നുണ്ട്. അതെ, ബിന്ദു അമ്മണിയോട് ഞാൻ പറയാം, ബിന്ദു അമ്മണി മനസ്സിലാക്കേണ്ടത് അയ്യപ്പൻ്റെ ക്ഷേത്രത്തിനകത്തേക്ക് സ്ത്രീകൾ കയറുന്നതിനോട് വ്യത്യസ്ത പാർട്ടികളുടെ നിലപാട് എന്താണ് എന്നുള്ളത് ഈ നാട്ടിൽ പകൽ വെളിച്ച പോലെ വ്യക്തമാണ്. പിന്നെ ഇവിടെ മൈനോറിറ്റിക്കും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്കും സ്ത്രീകൾക്കുമെല്ലാം അവരുടെ സാമൂഹ്യ സ്ഥാനം മെച്ചപ്പെടുത്താൻ ഏറ്റവും ഏറെ പാടുപെട്ട പാർട്ടി ഞങ്ങളുടേതാണ് എന്ന് ഞങ്ങൾക്ക് 100% അറിയാം. അതിനിപ്പോൾ ഏതെങ്കിലും ആളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല. എന്തുകൊണ്ട് കേരളത്തിൽ സ്ത്രീകളുടെ സ്ഥിതി മെച്ചപ്പെട്ടിരിക്കുന്നു, അതുപോലെ ന്യൂനപക്ഷങ്ങളുടെ, അതുപോലെ തന്നെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ നില
ഇന്ത്യയിലെ മികച്ചതാണ്. ഇല്ലല്ല, ശ്രീ എം പ്രകാശൻ, ബിന്ദു അമ്മണി ഇപ്പോൾ കേരളത്തിൽ ഇല്ല. ശ്രീ എം പ്രകാശൻ, നിങ്ങളുടെ ഉറപ്പിൽ ക്ഷേത്രത്തിൽ പോയ വനിതയാണ്. നിങ്ങളുടെ ഉറപ്പിൽ വനിതാ മതിലിൽ പങ്കെടുത്ത സ്ത്രീയാണ്. ഈ കേരളത്തിലെ തെരുവുകളിൽ അങ്ങോളം ഇങ്ങോളം അവർ ആക്രമിക്കപ്പെട്ടത് കേരളം കണ്ടതല്ലേ? അവരെ കണ്ടാൽ പെപ്പർ സ്പ്രേ ഉപയോഗിക്കാനും തലയിലടിക്കാനും ഓട്ടോ ഇടിച്ച് കൊല്ലാനും ശ്രമിച്ചവർ ഇവിടെയുണ്ട്. അവരിപ്പോഴും നന്നായി നടക്കുന്നുണ്ട്. കേസ് കൊടുത്തിട്ട് എന്തായി? ആരെങ്കിലും പിടിച്ചോ? സംഘപരിവാറുകാരാണ്. അവരെ അറസ്റ്റ് ചെയ്തോ? അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. കേരളത്തിൽ നിന്നും രക്ഷപ്പെട്ട് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോയൊരു വനിതയാണ് ശ്രീ എം പ്രകാശൻ. ഇനി സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറയരുത്. അവരെ കൈകാര്യം ചെയ്ത ആളുകൾ ആരാണ്? നിങ്ങൾ പിടിച്ചോ? അറസ്റ്റ് ചെയ്തോ? നോക്കുകയും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടാവും. പരാതി കൊടുത്തു, അന്വേഷിച്ചു, ആളെ കാണിച്ചു കൊടുത്തു, അറസ്റ്റ് ചെയ്തോ? പരിശോധിക്കുകയും അറസ്റ്റ് ചെയ്തോ ബിന്ദുമണി? എനിക്കറിയുന്ന കാര്യമല്ല. പക്ഷേ ഒരു കാര്യം അവർ പറയേണ്ടത്, ആരാണ് ഇവിടെ ആരാണ് ഇവിടെ ബിന്ദുമണി പിന്നെ പറഞ്ഞോട്ടെ. ബിന്ദുമണി പറയുന്ന സമയത്ത് ഞാനൊന്നും ഇടപെട്ടില്ലല്ലോ. ഞാൻ പറയുന്ന കാര്യം ഒറ്റേ ഉള്ളൂ. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ ആരാണ് ചെയ്യുന്നത് ബിന്ദുമണിക്ക് അറിയാത്തതല്ല. ബിന്ദുമണിക്ക് രാഷ്ട്രീയമൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ഏത് രാഷ്ട്രീയക്കാരാണ് ചെയ്യുന്നത് ബിന്ദുമണിക്ക് അറിയാത്തതാണോ? ആരാണ് ഇവരൊക്കെ മുന്നോട്ടേക്ക് വന്നത്? ചോദ്യം അതാണ് ബിന്ദുമണി ചോദിക്കുന്നത്. എന്തുകൊണ്ട് അവർ കേരളം വിട്ടു? അതിന് സർക്കാരല്ലേ മറുപടി പറയേണ്ടത്? തീർച്ചയായിട്ടും അതിന് സർക്കാർ മറുപടി പറയേണ്ട യാതൊരു കാര്യമില്ല. ഇല്ലല്ലേ? അവർ കേരളം വിടാൻ വേണ്ടി സർക്കാർ പറഞ്ഞാണോ? ഇവിടെ ബിന്ദുമണിക്ക് പറയാനുണ്ട്. ശ്രീ പ്രകാശൻ ഒന്ന് കേൾക്കൂ. അവർ എപ്പോഴും ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളല്ലല്ലോ. അവർ പിന്നെ പറഞ്ഞോട്ടെ. അല്ല, അവർ ഒരു മിനിറ്റ് അങ്ങയോടുള്ള ചോദ്യമാണ്. ഒന്ന് കേൾക്കൂ. സഖാവേ എനിക്ക് പറയാനുണ്ട്. BJPയും RSSും അവരുടെ അനുഭാവികളും എന്നെ ആക്രമിക്കുന്നുണ്ട്. ശരിയാണ്, അവരെന്നോട് റിവഞ്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സഖാക്കളിൽ ഇപ്പം എൻ്റെ സുഹൃത്തുക്കളായ ആളുകൾ ചിലപ്പോൾ എന്നോട് സംസാരിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ സഖാക്കൾ എനിക്ക് മുഖം തരാറില്ല, ഒരു ചിരി തരാറില്ല. പലപ്പോഴും അത്രമാത്രം എന്നെ മാറ്റി നിർത്തുന്നത് ഇന്ന് കേരളത്തിലെ CPM സഖാക്കളാണ്. അത് നിങ്ങളതിന് എന്ത് മറുപടി പറയുമെന്ന് എനിക്കറിയില്ല. ഇനി എനിക്ക് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. എന്നെ ആക്രമിച്ച ആളെ നിങ്ങളുടെ പോലീസ് അറസ്റ്റ് ചെയ്യണ്ട, ശിക്ഷിക്കണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷെ എൻ്റേതെന്ന് പറഞ്ഞ് വീഡിയോ മോർഫിഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റാളുകളെ വെച്ച് ഷൂട്ട് ചെയ്തതോ ആയിട്ടുള്ള പോൺ വീഡിയോസ് പ്രചരിപ്പിക്കുന്നുണ്ട്. 20 ലക്ഷത്തിന് മേലെ ആളുകൾ കഴിഞ്ഞ ദിവസം, ഇപ്പം ഞാൻ ഇവിടെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടിരിക്കുകയാണ്, ഇന്ന് ഫയൽ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ 20 ലക്ഷത്തിന് മേലെ ആളുകൾ കണ്ടിട്ടുള്ള ഈ വീഡിയോ അത് ബ്ലോക്ക് ചെയ്യുന്നതിനോ റിമൂവ് ചെയ്യുന്നതിനോ ഞാൻ തന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ, മുമ്പ് പരാതി തന്നതാണ്, 2019 തന്ന പരാതി വേറെ വീഡിയോക്ക് തന്നിട്ടുണ്ട്. അതിൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനോ എന്ത് ചെയ്തു നിങ്ങൾ? എനിക്ക് സുനിത ദേവദാസ് എൻ്റെ ശത്രുവല്ല, ഞാൻ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സുനിത ദേവദാസ് ഇന്ത്യൻ പൗര അല്ലാത്ത അവർക്കെതിരെ ഒരു ബാഡ് കമൻറ്റ് വന്നപ്പോൾ തന്നെ നിങ്ങൾ പ്രതിയെ അറസ്റ്റ് ചെയ്തു. എന്തുകൊണ്ട് എന്നെ പോലെയുള്ള ആളുകളെ സൈബർ ഇടത്തിൽ ഇത്രമാത്രം ആക്രമിക്കപ്പെടുന്ന, ഇത്രമാത്രം നിങ്ങൾ പോയി എൻ്റെ ഒരു പോസ്റ്റ് നോക്കിയാൽ അറിയാം, ഇത്രമാത്രം ഭീകരമായ രീതിയിൽ ആക്രമിക്കപ്പെടുന്ന എനിക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? എനിക്ക് അനുകൂലമായി നിങ്ങൾ എന്ത് ചെയ്തു? അല്ല, ബിന്ദു അമ്മണി കൊടുത്ത പരാതി എന്താണെന്നോ അതിൽ ആരെയാണ് പറഞ്ഞിരിക്കുന്നതെന്നോ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് സംബന്ധിച്ചൊന്നും എനിക്കറിയുന്ന കാര്യമല്ല. എന്തായാലും ബിന്ദു അമ്മണി CPMനെ സംബന്ധിച്ച് ഞങ്ങൾ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരാളല്ല. അങ്ങനെ ആവേണ്ട കാര്യമില്ല. ഇപ്പോൾ അവരോട് CPMകാരാണ് വ്യക്തിപരമായ പ്രശ്നമാണ്. എനിക്ക് അവര് വ്യക്തിപരമായിട്ട് ആരോടാണ് ബന്ധപ്പെട്ടത്, എന്തുകൊണ്ട് ചിരിക്കാത്തത് പരിശോധിക്കേണ്ടതാണ്. എന്തായാലും എനിക്ക് അവരെ നേരിട്ട് പരിചയമില്ല. അതുകൊണ്ട് തന്നെ അവരോട് ചിരിക്കാനോ അല്ലെങ്കിൽ ചിരിക്കാനോ എനിക്ക് സന്ദർഭം ഉണ്ടായിട്ടില്ല. അവരെ CPM എന്തോ ഒരു ശത്രുപക്ഷത്ത് കണ്ട് ആക്രമിക്കുന്നത് നിങ്ങളുടെ പരിപാടികളിൽ പങ്കെടുപ്പിച്ച് പൊതു സ്വീകാര്യത ഉണ്ടാക്കിയാൽ മതി. ചെയ്യുമോ? അല്ല, അത് വേറെ ആലോചിക്കേണ്ടതാണ്. ഞങ്ങളിപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് പകൽ വിളിച്ച പോലെ വ്യക്തമാണ്. അവരെ ആക്രമിക്കുന്നവരും അവർ ഈ നിലക്ക് ഭത്സിക്കുന്നവരും ആരാണ് എന്നുള്ളത് നിങ്ങൾ നവോത്ഥാന സംരക്ഷണ സമിതി രൂപീകരിക്കുകയും രണ്ടാം നവോത്ഥാനം എന്ന വലിയ ലക്ഷ്യം നിങ്ങൾ മുന്നിൽ കാണുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്ത സർക്കാർ പിന്നീട് എങ്ങനെയാണ്
പിന്തിരിഞ്ഞു പോവുകയും നേരെ തിരിച്ചുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് ശ്രീ എം പ്രകാശൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സഖാക്കൾ എന്ന് വിളിക്കുന്നവർ ഒരു പോലും കാരണവശാലും ഞങ്ങൾ ഇപ്പോൾ തിരിച്ചു ബിന്ദു പോയിട്ടില്ല. അമ്മിണിയെ അകറ്റി നിർത്തുന്നത്, കേരളം അകറ്റി നിർത്തുന്നു. കേരളം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഭൂരിഭാഗവും ബിന്ദു അമ്മിണിയെ പോലുള്ളവരെ അകറ്റി നിർത്തുകയാണ്. ബിന്ദു അമ്മിണി എന്തിനു പോയി എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് നേരെയുണ്ട് ശ്രീ എം പ്രകാശൻ. അത് എനിക്കറിയില്ല എന്ന് പറയാൻ വ്യക്തിപരമായ മറുപടി പറയേണ്ട കാര്യമല്ലല്ലോ. സി പി എം ഞങ്ങളുടെ ശത്രുപക്ഷത്ത് നിർത്തേണ്ട ഒരാളായിട്ട് ബിന്ദു അമ്മിണിയെ ഒരിക്കലും നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരു ഉദാഹരണം കാണിച്ചാൽ മതി, പ്രശ്നം തീർന്നു. നിങ്ങൾ ചേർത്ത് പിടിച്ച ഒരു സന്ദർഭം കാണിച്ചു തന്നാൽ മതി ശ്രീ എം പ്രകാശൻ. അല്ല, ഇവിടെ ഈ പറയുന്ന കാര്യത്തിൽ ആദ്യമായിട്ട് നിലപാട് സ്വീകരിച്ചത് CPM ആണ്. ആ നിലപാടിൽ നിന്ന് പിന്നാക്കം പോയി എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. മറച്ചു വെച്ചിട്ടില്ല. ശരി, നമുക്ക് തിരിച്ചെത്താം ചർച്ചയിലേക്ക്. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ CPM-ന് നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ അത് തിരിച്ചു കിട്ടേണ്ടതുണ്ട്. അതിലൊരു രാഷ്ട്രീയ തീരുമാനമുണ്ടെങ്കിൽ അതിന് കോൺഗ്രസ് കുറ്റം പറയാൻ പറ്റുമോ? ഇപ്പോൾ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എടുത്ത സമീപനം അത് ഗുണം ചെയ്തില്ല. ആ സമയത്ത് ന്യൂനപക്ഷ സംരക്ഷകർ എന്ന നിലപാടാണ് എടുത്തിരുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തില്ല. പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളടക്കം പല പാർട്ടി നേതാക്കളും ഈ കുടുംബ സംഘങ്ങളിലടക്കം പിഴവ് പറ്റി എന്നുള്ള കാര്യം സമ്മതിച്ചു എന്നടക്കമുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു തിരിച്ചുപോക്ക്, നേരത്തെ നഷ്ടപ്പെട്ട വോട്ടുകൾ കിട്ടാനുള്ള ശ്രമം, ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന വർഗീയ പരാമർശങ്ങളിൽ പോലും ശക്തമായി പ്രതികരിക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ. അതിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്നുള്ള വോട്ട് കിട്ടാനുള്ള രാഷ്ട്രീയമാണ്. അതിനെ ആ രൂപത്തിൽ കണ്ടാൽ പോരെ. അതിനെ കുറ്റം പറയാൻ പറ്റുമോ എന്നൊരു ചോദ്യം നിങ്ങളോടുമുണ്ട്. നിങ്ങൾക്കുമുണ്ടല്ലോ ചില കാര്യങ്ങളിൽ രാഷ്ട്രീയമായ സമീപനം. നോക്കൂ സ്മൃതി, രാഷ്ട്രീയമായ നയംമാറ്റം ഒരിക്കലും തെറ്റല്ല. പക്ഷെ അങ്ങനെ നയം മാറുമ്പോൾ പൂർവ്വകാലത്ത് ചെയ്ത കാര്യങ്ങൾ ചർച്ചയാകപ്പെടും. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞങ്ങൾ അന്ന് അങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ അയ്യപ്പ സംഗമം എന്ന പേര്, അയ്യപ്പൻ, ഇത് മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്? ശബരിമല എന്ന മതേതര കേന്ദ്രം. ആ കേന്ദ്രത്തിൻ്റെ യാത്ര മറ്റേ അയ്യപ്പന്മാരുടെ യാത്രയൊക്കെ സുഗമമാക്കാനാണല്ലോ സമ്മേളനം. അതിൽ വേറെ യാതൊരു വേറെ ഒരു ലക്ഷ്യമൊന്നും അതിൽ കാണാൻ പറ്റില്ല. അങ്ങനെ നടത്തുമ്പോൾ അവരുടെ കൃത്യമായി അവരുടെ യാത്ര ആകണമെങ്കിൽ അതൊരു തീർത്ഥാടക സംഗമം എന്ന് പേരിട്ടാലും കുഴപ്പമില്ല. അയ്യപ്പന്റെ പേര് ഉപയോഗിക്കുമ്പോഴാണ്. ശ്രീ എൻ ശ്രീകുമാർ, അതിലൊരു രാഷ്ട്രീയ ബുദ്ധിയുണ്ട്. എവിടെയാണോ ശബരിമലയുമായി ബന്ധപ്പെട്ടെടുത്ത പുരോഗമനപരമായ നിലപാട്, വോട്ട് രാഷ്ട്രീയത്തിൽ അത് പരാജയമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതേ പേരിൽ തന്നെ ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അത് ബുദ്ധിയല്ലേ? രാഷ്ട്രീയ ബുദ്ധി അല്ല, രാഷ്ട്രീയ ബുദ്ധിയല്ല. അത് തുറന്നു പറയണം, ജനങ്ങളോട് തുറന്നു പറയണം. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ശബരിമല കേസ് കൈകാര്യം ചെയ്തതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി. അവരവരുടെ വീടുകളിൽ കയറി അവരേതോ ഇതൊക്കെ നടത്തിയല്ലോ, പശ്ചാത്തലവും പ്രായശ്ചിത്തമൊക്കെ നടത്തിയല്ലോ. അവർ പറഞ്ഞു അവരുടെ നയം വ്യക്തമാക്കണം. CPM-ൻ്റെ ഇത് ദേവസ്വം ബോർഡിൻ്റെ തലയിടുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ പ്രകാശൻ മാഷ് പറഞ്ഞു ഞാൻ പാർട്ടി പ്രതിനിധിയായിട്ടാണ് പങ്കെടുക്കുന്നത്. പാർട്ടി പ്രതിനിധിയായിട്ട് പങ്കെടുക്കുകയാണെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം പറയേണ്ട പ്രതിനിധിയാണ് വരേണ്ടത് പാർട്ടിയുടെ, അല്ലാതെ പ്രകാശൻ മാഷ് അല്ലല്ലോ. ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ആരാണ്? CPM ആണ്. ആ CPM-ൻ്റെ ഒരു പ്രസിഡന്റ് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അത് പാർട്ടി തീരുമാനമാണ്. ആ പാർട്ടി തീരുമാനം ആയതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ അത് സ്ഥിരീകരിച്ചത്. ദേവസ്വം ബോർഡ് നടത്തുന്ന ആ ഒരു സമ്മേളനത്തെ സ്ഥിരീകരിച്ചത് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അയ്യപ്പൻ എന്ന പേര് അവരിടുന്നതിൽ സംശയം വരും. കാരണം ഇവർ ആ ശബരിമല കാലത്ത് ഇവർ ഈ ബിന്ദു അമ്മിണിയെ പോലുള്ളവർക്കും അതുപോലെ മറ്റു സ്ത്രീകൾക്കും സംരക്ഷണം കൊടുത്തവരാണ്. അങ്ങനെ അന്ന് സംരക്ഷണം കൊടുത്ത് തെറ്റാണെങ്കിൽ ഇത് പാർട്ടി നയം തിരുത്തപ്പെട്ടു. പാർട്ടി നയം തിരുത്തിയിട്ട് ഞങ്ങൾ വിശ്വാസികളോട് വഞ്ചന കാണിച്ചു, അതിനുള്ള ഞങ്ങളുടെ പ്രായശ്ചിത്തമാണ് ഞങ്ങൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് തുറന്നു പറയണം. ഞങ്ങൾക്ക് വിശ്വാസം വന്നു, പാർട്ടി തിരുത്തി. വിശ്വാസവും അന്ധവിശ്വാസവും ഞങ്ങൾ തമ്മിലുള്ള പാലക്കാട് പ്ലീനത്തിലെ ഞങ്ങളുടെ തീരുമാനങ്ങൾ ഞങ്ങൾ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുവരികയാണ്. അന്ധവിശ്വാസത്തെ കുറിച്ചുള്ള ബില്ല് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുവരാതിരുന്നത് വിശ്വാസികളിലെ ഒരു വിഭാഗത്തിന് പാതി അന്ധവിശ്വാസം ഉള്ളത് കൊണ്ടാണ്, വോട്ട് നഷ്ടപ്പെടാതിരിക്കാനാണ്. ഇതൊക്കെ തുറന്നു പറയണം. ഇവിടെ നവോത്ഥാന സമിതി ഉണ്ടാക്കിയല്ലോ. എന്തുകൊണ്ട് നവോത്ഥാന സമിതിയുടെ പേരിൽ തീർത്ഥാടക സംഗമം നടത്തുന്നില്ലെന്നൊരു ചോദ്യം വരില്ലേ? നമ്മളെ ഒരു വിഷയത്തിലെ BJPക്കും കോൺഗ്രസിനും ഏതെങ്കിലും ഒരഭിപ്രായം ഉണ്ടെങ്കിൽ ഒരു സ്വരമാണെന്ന് പറയരുത്. BJPയുടെ അയ്യപ്പ എന്താ പറയുക, അയ്യപ്പ ശബരിമല വിഷയത്തിൽ BJP എടുത്ത ആ ഒരു തീരുമാനം അവർക്ക് തിരിച്ചടിയായി. അവർ തോറ്റുപോയി, പത്തനംതിട്ട അടക്കം.
CPM എടുത്ത തീരുമാനം അവർക്ക് തിരിച്ചടിയായി, അവർ തോറ്റുപോയി അവർക്കൊപ്പം. അവിടെ എടുത്ത തീരുമാനം കോൺഗ്രസ് ആണത് ശരിയാണെന്ന് ജനങ്ങൾ തെളിയിച്ചു. പത്തനംതിട്ടയിൽ ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ അയ്യപ്പൻ്റെ ഒപ്പമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. CPM അങ്ങനെ വരാം. തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ഇന്ന് പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറിയും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും പാർട്ടിയിലേക്ക് വന്ന പ്രമുഖ നേതാവിനെ പാർട്ടി കൊടുത്ത മറ്റു സ്ഥാനവുമാണ്. ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് ഈ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഇവർ പറയേണ്ടത് വാവരനെയും അയ്യപ്പനെയും ദർശിക്കാൻ വരുന്നവരുടെ കാര്യം മുഖ്യമന്ത്രി എന്തിനാ പറഞ്ഞേ? അതിലൊരു വിശ്വാസം കൊണ്ടുവന്നില്ലേ? ഞാൻ അതാ പറഞ്ഞേ, തീർത്ഥാടകരുടെ കാര്യമാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു സീസണുണ്ട്. ആ സീസണിൽ വരുന്ന പ്രതിനിധികളുണ്ട്. ആരാ പ്രതിനിധികൾ? ഇതിൽ വരുന്ന പ്രതിനിധികളാരാ? അയ്യപ്പ സംഗമത്തിൽ വരുന്ന പ്രതിനിധികളാരാ? നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നവരാണോ? ഇപ്പം ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, വിരിവെക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന അസൗകര്യങ്ങളുണ്ട്. അവരാണോ? ഇതൊക്കെ പ്രശ്നമല്ലേ? ഇതൊക്കെ പറയണ്ടേ? ഇതൊന്നും പറയേണ്ട. അയ്യപ്പ സംഗമം നടത്തി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ദേവസ്വം മന്ത്രി അധ്യക്ഷത വഹിച്ചാൽ പ്രശ്നം തീരുവോ? അത് ചോദ്യം ചെയ്യും. അപ്പോൾ BJP-ക്കാരുടെ സ്വരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഭക്തരെ ചൂഷണം ചെയ്യരുത്. ഇവിടെ വിശ്വാസികളെ ചൂഷണം ചെയ്യുക. ഇതുമായിട്ട് ജനങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ലാത്തൊരു സംഗമമല്ലേ ഇപ്പം നടത്താൻ പോകുന്നത്? ആ കാലം നോക്കൂ നിങ്ങൾ. സെപ്റ്റംബർ മാസം ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് 9 വർഷം അയ്യപ്പ സംഗമം നടത്താൻ തോന്നിയില്ലല്ലോ. എന്താ ഈ 10ാം വർഷം നടത്താൻ തോന്നുന്നത്? ഇനി 6 മാസം കൊണ്ട് എന്ത് സൗകര്യങ്ങളാണ് ഒരു വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇവിടൊക്കെ ചർച്ചയാകുമ്പോഴാണ് ഇത് ഇരട്ടത്താപ്പാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അതായത് കർണാടക, ആന്ധ്ര മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കാം. പരിപാടി നടത്തേണ്ടത്. പരിപാടി കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ടല്ലോ. ശ്രീപദ് മറുപടി നൽകിയിരിക്കുന്നത്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തും, അപ്പോൾ അത് നടത്താൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് നിങ്ങൾ എടുക്കുന്നുണ്ടോ? ഞങ്ങൾ ഇവരോട് പറയുന്നത്, ഇവിടെ അയ്യപ്പന്മാരുടെ താല്പര്യം, ശബരിമലയ്ക്ക് നോൻപെടുത്ത് പോകുന്ന അയ്യപ്പന്മാരുടെ താല്പര്യമാണ് വലുതെങ്കിൽ ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. പിന്നെ ഒരു സംഭവമുണ്ട് ഇവിടെ തീവണ്ടി ഓടാത്തൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്, കാലടി റെയിൽവേ സ്റ്റേഷൻ. 99 മുതൽ 2004 വരെ ശ്രീ O രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ അങ്കമാലി മുതൽ എരുമേലി വരെയുള്ള റെയിൽപാതയുടെ പണി തുടങ്ങി. അത് അങ്കമാലി വരെ എത്തി. അങ്കമാലി റെയിൽവേ സ്റ്റേഷനും പണിതു. പക്ഷേ അപ്പോഴേക്ക് സർക്കാർ പോയി. പിന്നെ 10 കൊല്ലം ഇവർ 2 പേരും കൂടി ഭരിച്ചു. ഒരു ചുക്കും നടന്നില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ റെയിൽവേൻ്റെ നയം മാറി. ഇപ്പോൾ 50-50 ചെലവ്. അപ്പോൾ അത് ആദ്യം ചെങ്ങന്നൂർ എരുമേലി ആക്കാമെന്ന് പിന്നീട് ഇവർ ചിന്തിച്ചു. ഇപ്പോൾ അത് വേണ്ട, ഈ എരുമേലി അങ്കമാലി തന്നെ ആവാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഭൂമി ഏറ്റെടുത്ത് കൊടുത്താൽ കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ചെലവ് 50-50. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ എരുമേലിയിൽ ഇപ്പോൾ ഒരു വിമാനത്താവളവും മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അത് വലിയ പ്രോജക്റ്റാണ്. കോടീശ്വരന്മാരായ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കാൻ ശേഷിയുള്ള ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും വിമാനത്തിൽ വരണം. ഇതിന് വേറെ പല താല്പര്യങ്ങളാണ്. ഇതൊക്കെ അവസാനിപ്പിക്കുക. സാധാരണക്കാരായ 100ൻ്റെ നോട്ട് പോക്കറ്റിലിട്ട് വരുന്ന അയ്യപ്പന്മാർക്ക് വേണ്ടി KSRTC ബസ് സ്റ്റാൻഡിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. ഈ എരുമേലി അങ്കമാലി പാതയുമായി കേന്ദ്രവുമായി സഹകരിച്ച് നിർമ്മിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ 6 മാസമേ ഉള്ളൂ, ഒന്നും നടക്കാൻ പോകുന്നില്ല. എങ്കിലും ഈ കേരളം ഭരിക്കുന്നവരുടെ ശ്രദ്ധ ഇതിലൊക്കെയാണ് വേണ്ടത്. അല്ലാതെ ഈ പ്രകാശൻ മാഷ് പറയും പോലെ ഈ എന്താ പറയുക, അയ്യപ്പ സംഗമം നടത്തുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് നടത്തുന്നവർക്കും അറിയില്ല, പ്രകാശൻ മാഷ്ക്കും അറിയില്ല. നിങ്ങളെക്കാൾ 1000 ഇരട്ടി ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് 33% വോട്ടാണ് നിങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഞങ്ങൾക്ക് 19%. എവിടെയാണ് മാഷെ 1000 ഇരട്ടി ആവുക? 40% വോട്ടുള്ള UDF-ലുണ്ടോ 1000 ഇരട്ടി? എന്തെന്നാ മാഷെ പറയുന്നത്? എന്തെങ്കിലും വിളിച്ച് പറയുക. അപ്പോൾ അതുകൊണ്ട് ഈ വിശ്വാസി സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശബരിമലയ്ക്കും അതിൻ്റെ റൂട്ടിലുമുള്ള ബസ് റൂട്ടിലും ട്രെയിൻ റൂട്ടിലുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക. അപ്പോൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്ര സർക്കാർ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ സൗകര്യങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവാക്കി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ അഭിപ്രായങ്ങളുമാണ്. ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തും, അതിനെ നിങ്ങൾ തടയുമോ, നിങ്ങൾ അതിനെ എതിർക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആ സമയത്ത് തീരുമാനിക്കും. അതിപ്പം മുൻകൂട്ടി പറയണ്ടല്ലോ. ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു, ഇത് നടത്തേണ്ട ആവശ്യമില്ല എന്ന അഭിപ്രായക്കാരാണ്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നല്ലേ, അത് നമുക്കപ്പോൾ കാണാം. അത് നോക്കാം.
തീരുമാനിച്ചിട്ടില്ല. ജനാധിപത്യമല്ലേ ഈ പറയുന്ന 3000-ൽ ആരൊക്കെ വരുന്നു എന്നുള്ളത് അറിഞ്ഞ ശേഷം, വ്യക്തത വരുത്തിയ ശേഷം ജനാധിപത്യമാണ്. അതൊക്കെ ബാർ അറ്റാച്ച്ഡ് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് 3000 ആൾക്ക് വേണ്ടിയിട്ട്. ഞാനത് എനിക്ക് കിട്ടിയ വിവരതാ. ആലപ്പുഴയിലെ പത്തനംതിട്ടയിലെ സകല ബാർ അറ്റാച്ച്ഡ് നല്ല ഹോട്ടലുകളൊക്കെ ബാർ അറ്റാച്ച്ഡ് ഉദ്ദേശം ആണ്. മനസ്സിലായല്ലോ. ഇത് ആഗോള നിക്ഷേപ സംഗമമാണ്. എരുമേലി വിമാനത്താവളം. ഇതൊന്നും അല്ല ഇവിടെ വേണ്ടത്. എന്താ ചെയ്യട്ടെ, മാർക്സിസ്റ്റുകാരല്ലേ അവരിപ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആഗോള കാറൽ മാർക്സ് സംഗമം നടത്തിയ ഒരു പൂച്ചക്കുട്ടിയും വരൂല. പിന്നെ അയ്യപ്പൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും ശ്രീപത്മനാഭസ്വാമിയുടെ പേരിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക, അതാണ് ഗതികേടാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ഗതികേടാണ്. പറഞ്ഞ് അവസാനിപ്പിക്കാൻ, നിങ്ങളുടെ ഗതികേടാണ് എന്നതാണ് BJPയുടെ പരിഹാസം. ഈ പരിപാടിയിൽ വരുന്നവരെ കുറിച്ച് CPM-ന് വ്യക്തതയുണ്ടോ? ഇപ്പോൾ അങ്ങോട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ CPM അല്ല സർക്കാരാണ് പറയേണ്ടതെന്ന് പറയുന്നു. ദേവസ്വം ബോർഡാണ് ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് അങ്ങ് പറയുന്നു. ഇപ്പോൾ പറഞ്ഞ പരിഹാസത്തിന് മറുപടി അല്ല. ശ്രീപത്മനാഭന് ഈ മൂക്കിനപ്പുറം നാട് കാണാത്തതാണ് പ്രശ്നം. അദ്ദേഹത്തിൻ്റെ പാർട്ടി ലോകത്ത് ഒറ്റ രാജ്യത്തേ ഉള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്ത ഒറ്റ രാജ്യം ലോകത്തില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിക്കുന്ന ഒരേ ഒരു രാജ്യം ഈ ലോകത്തുള്ളൂ. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ ചെറുപ്പം എന്താണെന്ന് പത്മനാഭൻ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ നിർദ്ദേശങ്ങൾ നല്ലതാണ്. ആ നിർദ്ദേശങ്ങളെല്ലാം പരിഗണിക്കാൻ വേണ്ടിയാണല്ലോ ഈ സംഗമം. ആ നിർദ്ദേശങ്ങളെല്ലാം അദ്ദേഹത്തിന് പറയാം. ചൈനയുണ്ട്, ഉത്തര കൊറിയ മാത്രമല്ല ചൈനയുണ്ട്, ഒന്ന് പോയി നോക്കണം. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾ ഒരു ചെറിയ പാർട്ടിയാണ് ലോകത്ത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഏറ്റവും വലിയ ആളുകൾ ആദരിക്കുന്ന നേതാവ് അത് കാൾ മാർക്സ് തന്നെയാണ്, അല്ലാതെ നരേന്ദ്രമോദിയൊന്നുമല്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തും. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ പറയുന്ന വിശ്വാസികൾക്ക് വേണ്ടി വാദിച്ച് രാജ്യത്ത് ഒരു വിശ്വാസത്തിൽപ്പെട്ട ആൾക്ക് മാത്രമേ ജീവിക്കേണ്ടതുള്ളൂ എന്ന് പറയുന്ന ചരിത്രത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു സെറ്റാണ്. ഈ ലോകത്ത് ഭാവിയിൽ വെറുക്കപ്പെടുന്നവരായിരിക്കും നിങ്ങൾ എന്നുള്ളതിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കേണ്ടിരുന്നവരിൽ ഒന്ന് ഈ പറയുന്ന അയ്യപ്പ സേവാ സമിതിയിലെ ആളുകളെ വിളിച്ചിട്ടുണ്ടോ? ക്ഷേത്രങ്ങളിൽ നിന്ന് ഉള്ള പ്രതിനിധികളെ വിളിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ കൂടി പങ്കെടുക്കണമല്ലോ. ഞാൻ മനസ്സിലാക്കുന്ന അയ്യപ്പന്മാരെ മാത്രമേ ഈ പരിപാടി ക്ഷണിക്കുമെന്നാണ്. അവിടെയുള്ള നിലവിലുള്ള ലിസ്റ്റ് വെച്ച് ഒരുപാട് കാലമായിട്ടോട് വന്നുകൊണ്ടിരിക്കുന്ന അയ്യപ്പന്മാരെ തന്നെയാണ് ഈ പരിപാടി ക്ഷണിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 3000 പേരും അയ്യപ്പന്മാരായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ കർണാടകത്തിലുള്ളവരുണ്ടാവും, തമിഴ്നാട്ടിലുള്ളവരുണ്ടാവും, കേരളത്തിലുള്ളവരുണ്ടാവും. അതല്ലാതെ മനസ്സിലാക്കുന്നത് കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമുള്ള മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചോ എന്ന്. അല്ല, അതിന് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഭരണം BJP ഏൽപ്പിച്ചിട്ടില്ലല്ലോ. CPM-ന്റെ ആളുകളാണല്ലോ. ആരായാലും കോൺഗ്രസിനെയും BJP, അതെ കോൺഗ്രസും BJP-യും അല്ലല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. അവരാ പരിപാടി നടത്തുന്നത്. ആരെ ക്ഷണിക്കണമെന്ന് അവർ തീരുമാനിക്കും. അല്ലാതെ കോൺഗ്രസിനോട് അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് എന്ന് അങ്ങ് പറഞ്ഞതുകൊണ്ടാണ് ആ ചോദ്യം വന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം ഉത്തരവാദപ്പെട്ടവരെ ക്ഷണിക്കും. മന്ത്രിമാരെ ക്ഷണിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആന്ധ്രയിലും അല്ല, നിങ്ങളാണല്ലോ വലിയ പണ്ഡിതൻ, നിങ്ങൾ അത്ര വിദ്യാഭ്യാസത്തിലേക്കില്ല. ശരി, ആയിക്കോട്ടെ. ഇവിടെ കർണാടകത്തിലെയും ആന്ധ്രയിലെയും മന്ത്രിമാർ ദേവസ്വം മന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ കേന്ദ്ര ഗവൺമെന്റിലെ ദേവസ്വം മന്ത്രിയെയും ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ സംസ്ഥാനങ്ങളെല്ലാമുള്ള മന്ത്രിമാരെ നിങ്ങൾ തന്നെ ഇപ്പൊ ഭയങ്കര വിദ്യാഭ്യാസവും വിവരവും കഴിവുള്ളത് സംഗമം ആർക്ക് സുവർണാവസരമാകും എന്ന് നമുക്ക് നോക്കാം. വളരെ നന്ദി ശ്രീ M. പ്രകാശൻ, ശ്രീ പത്മനാഭൻ, ശ്രീ N. ശ്രീകുമാർ, അഡ്വക്കേറ്റ് ബിന്ദു അമ്മിണി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.